ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര, ഞങ്ങൾ താമസിക്കണതിൻ്റെ അവിടെ നിന്ന് 30 മിനിറ്റ് എഴുതിയേക്കണേ കരകരിക്കി വാട്ടർഫോൾസിലേക്ക് കേട്ടോ. കരകരിക്കി അതാണ് അതിന്റെ പേര്. ഞാനും ആദ്യമായിട്ട് കേൾക്കണത്. ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയപ്പം അടുത്ത് തന്നെ എന്തെങ്കിലും കാണാൻ ഉണ്ടോ നോക്കിയപ്പം അതാണ് ഫസ്റ്റ് കാണിച്ചത്. അവിടെ ടിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഫ്രീ എൻട്രി ആണ്, ഫാമിലി ഫ്രണ്ട്ലി ആണെന്നാണ് എഴുതിയേക്കണത്. ഏകദേശം ഒരു 15 മിനിറ്റോളം നടക്കാനുണ്ടെന്നും കൂടി എഴുതിയിട്ടുണ്ട്. പിള്ളേരൊന്നും വേണ്ടിയില്ല. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, പക്ഷെ വെതർ നോക്കുമ്പോൾ ഒരു ക്ലൗഡി ആണ്, മഴയൊന്നും ഇല്ല എന്നാണ് എഴുതിയേക്കണത്. ഞങ്ങളെന്തായാലും ജാക്കറ്റും സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇന്ന് പോണത്. എന്നുവെച്ചാൽ ടെമ്പറേച്ചർ ആണെങ്കിൽ കുറച്ച് 12 ഡിഗ്രിക്കാണ്. പക്ഷെ നമുക്ക് ഇനി വെയിലില്ലാത്ത കാരണം കൊണ്ട് എത്രത്തോളം നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്ന അറിയില്ല. അപ്പം അത് കാരണം സ്വെറ്ററൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോണ വഴിക്ക് നമുക്ക് ഒരു പണിയും കൂടി ഉണ്ട്. എന്നിട്ടോ ഓട്ടി, എനിക്ക് ബൂട്ടാണോ ഷൂ, മറ്റേ ഇതാണോ ഫുട്ബോളിന്റെ ഷൂ അല്ലേ? ബൂട്ട് വാങ്ങിക്കണം അവനിപ്പോ പുതിയതായിട്ട് ഫുട്ബോള് ഒരു ഇതിന് ചേർത്തിട്ടുണ്ട്, ട്രെയിനിങ്ങിന് ചേർത്തിട്ടുണ്ട്. അപ്പൊ അവന് ബൂട്ടും കൂടി വേണം. അപ്പൊ അത് കാരണം അത് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ വാട്ടർഫോൾസിലേക്ക് പോകാം. കാലത്ത് തന്നെ ഞങ്ങള് പുട്ട് തിന്നോണ്ടാണോന്ന് അറിയില്ല, നല്ല തള്ളാണ് കാലത്ത് പുട്ടും. അപ്പൊ പുട്ടൊക്കെ തിന്നിട്ടാണ് കാലത്ത് ഇറങ്ങിയത്. അത് കാരണം പെട്ടെന്ന് വിശക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളങ്ങനെ ആദ്യം ബൂട്ട് വാങ്ങിക്കാൻ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് കരകരിക്കി വാട്ടർഫോൾസിലേക്ക് പോകും. അപ്പൊ ഇന്ന് സൺഡേ ആണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒഴിവായത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ വേഗം തന്നെ ഇറങ്ങിയത്. വേഗം ഇല്ലാട്ടാ 12:45 അല്ലേ? ഉച്ചയ്ക്ക് 12:45 കാലത്ത് തന്നെ പുട്ടൊക്കെ തിന്ന് ഇറങ്ങി. ഇപ്പൊ ലേറ്റ് ആയി. അപ്പൊ ഫസ്റ്റ് നമുക്ക് പാവട്ടിയുടെ ബൂട്ട് വാങ്ങിക്കാൻ പോവാം. അപ്പൊ ഞങ്ങള് ഇവിടുത്തെ ബേസ് ഒരു മോളിലെത്തി. അപ്പൊ ഇനി ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ഈ റിബൽസിന്റെ ഷോപ്പ് കണ്ടുപിടിക്കണം. റിബൽസിന്ന് വാങ്ങിക്കാന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും. പെട്ടെന്ന് ചീത്തയാവില്ല. കാരണം ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ പിള്ളേർ പെട്ടെന്ന് ഇത് നശിപ്പിച്ച് കളയും. സാധാരണ ഷൂസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് കുറച്ച് പൈസ കൂടുതലായിരിക്കും എങ്കിലും നമ്മള് അവിടെ നിന്ന് വാങ്ങിക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പം ഞങ്ങൾ ഇനി റിബൽസ് തപ്പി നടക്കാൻ കേട്ടോ. റിബൽസ് പോയി നോക്കട്ടെ എവിടെയാന്ന്. അപ്പൊ ഐബ്രോസ് മാക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോണത്. എങ്ങനെ ഉണ്ടാവും, എത്രത്തോളം ആവുമെന്ന് അറിയില്ല. ത്രെഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോ കുറെ നാളായിട്ട് മറ്റേ ഷേവ് ചെയ്തോണ്ട് തന്നെ എങ്ങനെ വരുന്നു നോക്കി നോക്കട്ടെ നമുക്ക്. ഗോപി വരയ്ക്കുണ്ടല്ലോ. ഇത് മറ്റേ മാക്സ് ചെയ്യണം. അപ്പം അതിന്റെ ടെമ്പറേച്ചർ ഓക്കെ ആണോ ചോദിച്ചതാണ്. ഓക്കെ ആണ്, കുഴപ്പമില്ല. അടിപൊളി, കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്. അമ്മരെ കണ്ണു നോക്കിയൊരു സാധനം അമ്മരെ കണ്ണുമ്പോ സെയിം കളറ് പറ്റണ്ട. പെണ്ണിച്ചിന് വന്നിട്ട് തോന്നണ കണ്ടിട്ട് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ പണികള്. വാക്സിനത് വാക്സിൻ അതന്നെ, അതാണ് വാക്സിൻ. വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത് മറ്റേ നൂല് വെച്ചാക്കില്ലേ? അപ്പൊ ഒരു നൂല് വെച്ചാക്കണേക്കാളും കുറച്ചും കൂടി പെയിൻ കുറവാട്ടോ. ഞാൻ നൂല് വെച്ചാക്കാന്ന്. ഇത് കുഴപ്പമില്ല കേട്ടാ. ഞാനിന്ന് മറ്റേ ഐബ്രോ ത്രെഡ് ചെയ്തായിരുന്നു. ഇവിടെ വന്നിട്ട് ബ്രോ ആൻഡ് ലാഷ് മാസ്റ്റേഴ്സ് എന്നിട്ട് മറ്റേ ബേസിൽ തന്നെയുള്ള ഒരു ത്രെഡിങ് സ്ഥലത്താണ് വന്നത്. ഇവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് വരാണ് ആ സമയത്ത്. ഞാൻ കുറെ നാളായിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചു ത്രെഡ് ചെയ്യാം. അറിയില്ല എത്രത്തോളം നല്ലത്. എനിക്ക് ഓൾറെഡി എന്റെ ഐബ്രോസ് ഭയങ്കര കളർ കുറവാണ്. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ ഷേവ് ചെയ്യണത് കാരണം കൊണ്ടേ ത്രെഡ് ചെയ്യാനൊരു മോഹം. പിന്നെ $12 ഉള്ളൂ. ഞങ്ങൾ മുന്നുള്ള സ്ഥലത്തൊക്കെ 15 പറഞ്ഞ സമയത്ത് ഇവിടെ 12 കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നിട്ട് അങ്ങനെ ത്രെഡ് ചെയ്തു. സുന്ദരിയായി. റിബൽസ് തപ്പി റിബൽസ് കണ്ടുപിടിച്ചില്ല.
പുറത്താന്ന് പറഞ്ഞു, ഈ മോളിന്റെ തന്നെ പുറത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഓൾറെഡി കുറെ നേരം തപ്പി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം പുറത്ത് പോയി നോക്കാം. പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഡോഗ് സുഗുണ ഇങ്ങോട്ട് നോക്കണ എന്ത് ദേഷ്യണ്ടാ? എന്ത് കണ്ണടക്കുന്നതിനാ? സുഗുണ പാവണ്ടത് വേണ്ട. വാ നടക്കുന്നത് ചിലപ്പോ കടിക്കിട്ടാ. അപ്പൊ നമ്മളിന്ന് എവിടെ പോവാ? കരിക്കരിക്കി വാട്ടർഫോൾസ്. കരിക്കി വാട്ടർഫോൾസ് അല്ലെ? ആ കരയാണ്, കരിക്കി. അപ്പൊ ഞങ്ങൾ അന്ന് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഞങ്ങൾ ആ വാട്ടർഫോൾസിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഞങ്ങൾ പുരിയൊക്കെ ത്രെഡ് ചെയ്തു. ഞാൻ പുരിയം ത്രെഡ് ചെയ്തു. പിന്നെ വാവുട്ടിക്ക് നമ്മള് ഷൂ വാങ്ങിക്കാൻ പോയി, അവനൊക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പോകാനുള്ള ഇൻട്രസ്റ്റ് പോയി. കാരണം അവിടെ ചെന്നാലും പിന്നെ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 15 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ ഗൂഗിളിൽ കാണിക്കണത്. അപ്പൊ പിന്നെ ആ പോക്ക് ഞങ്ങളന്ന് ക്യാൻസൽ ചെയ്തു. പിന്നെ അടുത്തൊരു ദിവസം, അടുത്ത ഞങ്ങളുടെ വീക്കെൻഡിന്റെ ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ ഇന്ന് പിന്നെ പിള്ളേർക്ക് അവധിയായത് കാരണം കൊണ്ട് ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങൾ കരിക്കി വാട്ടർഫോൾസിലേക്ക് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അപ്പൊ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഇത് പോവാൻ വേണ്ടിട്ട്. 3ാമത്തെ പ്രാവശ്യമാണോ ഇറങ്ങണത്? പ്ലാൻ ചെയ്തിട്ട് പോയി. ഇത് 2 3 കറക്റ്റ് ആണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പൊ നമ്മളുടെ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പോകുന്ന പോക്കാണ്. ഗൂഗിളിൽ മറ്റേതൊരു ഫോട്ടോസ് അടിപൊളി. ഇനി എങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നിട്ടുള്ള വ്യൂ എന്താണെന്ന് അറിയില്ല. ഇത് മറ്റേ കൊറേ ഇതില് പറയില്ലേ, നമ്മള് ഫോട്ടോ കണ്ടുപോകുമ്പോ അടിപൊളിയായിരിക്കും, അവിടെ ചെല്ലുമ്പോ അലമ്പായിരിക്കും. അതന്നെ അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഞങ്ങൾ ആദ്യമായിട്ട് പോണതാണ്, ഞങ്ങൾക്ക് മുന്നേ എക്സ്പീരിയൻസ് ഇല്ല. ഞങ്ങൾ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ട്, അതായത് നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് എവിടെയൊക്കെ ഹാമിൽട്ടണിൽ പോവാം എന്ന് നോക്കിയപ്പോ കണ്ട ഒരു വാട്ടർഫോൾ ആണിത്. അപ്പൊ നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് അവിടെ പോയിട്ടെന്ന്. അപ്പൊ ഇവിടുന്ന് ഏകദേശം 31 മിനിറ്റ് ആണ് കാണിക്കുന്നത്. 28 കിലോമീറ്റർ അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു. 8 ഞങ്ങൾ ഏകദേശം ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോ നമുക്ക് കരിക്കി വാട്ടർഫോൾസ് കാണാം. അപ്പൊ നമ്മൾ ഏകദേശം കരിക്കി വാട്ടർഫോൾസിന്റെ അടുത്തെത്താറായി. ഇനിയൊരു 6 മിനിറ്റും കൂടി കാണിക്കണുള്ളൂ. അപ്പൊ പോണ വഴിയാണിത്. മേഘങ്ങളൊക്കെ മറ്റേ എന്താ പറയാ, ആടുമേഘോ അങ്ങനത്തെ രീതിയില് നല്ല രസമുണ്ട് ഈ പോണ വഴി കാണാനായിട്ട്. 2 സൈഡും അടിപൊളി. അല്ലെങ്കിലും ഇങ്ങനത്തെ വാട്ടർഫോൾസിലേക്ക് പോണ സ്ഥലമൊക്കെ ഇങ്ങനെ കുറച്ച് ഇതായിരിക്കും അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് മറ്റേ ബ്ലൂ സ്പ്രിംഗിൽ പോയപ്പോഴായാലും ഹുക്ക ഫോൾസിന്റെ അവിടെ പോയ നല്ല രസമാണ് 2 സൈഡും കാണാൻ. അപ്പൊ നമ്മൾ ഏകദേശം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കണം. നല്ല രസം. നല്ല ഇങ്ങനെ അവിടെയുള്ള വീടുകൾക്കൊക്കെ നല്ല രസമായിരിക്കും അല്ലെ? അവർക്കുള്ള വ്യൂ ഒക്കെ. ചെറിയൊരു വഴിയുണ്ട്. നമുക്കൊരു വീട് ഇപ്പം കുറെ അകലെ ഇപ്പൊ ഒരു വീടുണ്ട്, നമുക്ക് ആ വീട് ഇവിടെ ഉണ്ടെന്ന് ഇവിടുന്ന് കുറെ വഴി ഉണ്ടാകത്തോട്ട്. പക്ഷെ അപ്പൊ അവിടെ ഒരു ലെറ്റർ ബോക്സ് കാണാം. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു വീടുണ്ട്. അച്ചോടെ ഈ പശുക്കളൊക്കെ നിന്നിട്ട് നോക്കി. ഈ തണുപ്പായാലും മഴയായാലും അവിടെ കുതിര വരെ ഉണ്ട്. ഇവിടെ കുതിരക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തേക്കണേ അല്ലേ? കുതിര ഡ്രസ്സൊക്കെ ഇടിച്ച് നിർത്തിയേക്ക. അപ്പൊ മഴ കൊള്ളില്ലായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും? ആണോ? പക്ഷെ ഏറ്റവും പാവങ്ങള് തണുപ്പായാലും മഴയായാലും വെയിലായാലും ഇങ്ങനെ നിന്ന് പുല്ല് നിന്നോണ്ടിരിക്കും അല്ലേ? നല്ല അടിപൊളി പുല്ലല്ലേ കിട്ടുന്നത്. ഇന്നെന്തായാലും നല്ല ക്ലൈമറ്റ് ആയിട്ട് 16 ഡിഗ്രി. നമുക്ക് അധികം തണുപ്പില്ലാന്ന് തോന്നുന്നു. വെയിൽ നോക്കി എന്തൊരു ശക്തിയ വെയിലിന്. വെയിലിന് നല്ല ഇതുണ്ടാവും. 16 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ 16 ഡിഗ്രിയല്ലേ ഉള്ളൂ എന്നിരിക്കും. പക്ഷെ വെയിലിന് നല്ല ശക്തിയുണ്ട്. നമുക്ക് നന്നായിട്ട് നമുക്ക് കുത്തി കയറുന്ന പോലെ തോന്നും. നമ്മൾ ഏകദേശം എത്താറായിട്ട് അതിരപ്പിള്ളിക്കൊക്കെ പോണൊരു ഫീൽ ആയാലും ഇപ്പൊ അല്ലെ? അങ്ങനത്തെ പോലത്തെ വഴി. നോക്കണത് ഞാനൊരു സാധനത്തിനെ കണ്ടൂടെ? എനിക്ക് സത്യം പറഞ്ഞ ഈ മണ്ണിരേനെ കാണുമ്പോഴേ പാമ്പാന്ന് തോന്നും. പക്ഷെ നമ്മൾ തൊടുമ്പുണ്ടല്ലോ അതിങ്ങനെ കുടുകുടുകുടുകുടുകുടുന്നണങ്ങില്ലേ? സുത്തം കാണിച്ചേട്ടെ. പക്ഷെ മണ്ണിരേനെ നോക്കിയാലേ, ഇവിടെ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റാത്തൊരു സംഭവമാണ് മണ്ണിര. എല്ലാവരും നമ്മളിങ്ങനെ വിഷമൊക്കെ അടിക്കണ കാരണം കൊണ്ടേ മണ്ണിരകളൊക്കെ പെട്ടെന്ന് ചത്തുപോകും. പക്ഷെ നല്ല വലിപ്പം, ശരിക്കും പാമ്പ് പോലെ, മറ്റേ കുട്ടൻ പാമ്പ് പോലെ ഇരിക്കണല്ലോ, 2 സൈഡും തല പോലെ ഉള്ളത്. എന്നിട്ട് 2 മൂരിയോ അങ്ങനത്തെ പാമ്പ് പോലെ ഇരിക്കണുണ്ട്. കാണുമ്പോൾ പേടിയാവണം. പക്ഷെ ഇവിടെയൊക്കെ എല്ലാവരും മഴ പെയ്താൽ പ്രത്യേകിച്ച്
ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് ഫുള്ള് നോക്കി ശരിക്കും പാമ്പ് പോലില്ലേ? പാമ്പ് പോലെ അല്ലേ? പാമ്പാണോ? തന്നെ ജീവിച്ചു പോക്കോടും. പാമ്പാണോ? പക്ഷെ പാമ്പില്ല ഇവിടെ. ഇവിടെ എല്ലാ സ്ഥലത്തും ഞാൻ മുന്നേ ക്യാപ്പ് ചെയ്തത്, ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ക്യാപ്പ് കോഴ്സ് ചെയ്തത് ടൊക്കൊറോവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് അക്കോമഡേഷൻ തന്നായിരുന്നു അവർ. അപ്പോൾ ആ സ്ഥലത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്ന് പോണ മെയിൻ റോട്ടിൽ ഫുള്ള് മണ്ണിരയ്ക്കും. നമുക്കങ്ങ് നടക്കുമ്പോൾ ഒരു സുഖം തോന്നില്ല, പക്ഷെ എന്നാലും ഫുള്ള് മണ്ണിര. അപ്പം അത്രയും വാല്യൂ ഉണ്ട് ഇവിടുത്തെ മണ്ണിന്. മണ്ണൊക്കെ അടിപൊളിയാണ്, കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇവിടെ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. തണുപ്പായി, ഇപ്പോൾ കാറ്റടിച്ചപ്പോൾ തണുപ്പായി, ഒന്ന് മങ്ങി വെയില്. ഫുള്ള് കണ്ട പച്ച കളറാണ് ചുറ്റും നോക്കിയൊക്കെ. നമ്മളിപ്പോ കരക്കരിക്ക് വാട്ടർഫോൾസിന്റെ പാർക്കിംഗ് സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു 14 മിനിറ്റ് നടക്കാനുള്ള ഇത് കാണിക്കണമെന്ന് പറയാം. അപ്പൊ നമ്മള് 2 ബ്രിഡ്ജ് കടന്നാണ് പോണത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് ബ്രിഡ്ജ് കടക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും, സെക്കൻഡ് ബ്രിഡ്ജിനകത്ത് അധികം സമയം എടുക്കില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് ആക്സസ് ഇല്ല ഇവിടെ, അതായത് പബ്ലിക് ആക്സസ് ഇല്ല, പ്രൈവറ്റ് ഫാമിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓണേഴ്സിനെയും അവരുടെ സാധനങ്ങളെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, നമ്മളൊന്നും നശിപ്പിക്കരുത് എന്ന് ഗൂഗിളിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ പോണ വഴി മെയിനായിട്ട് വിൻ്റർ ആയതുകൊണ്ട് തന്നെ ചളുപിളായിരിക്കും, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നോക്കി നടക്കണം. ഞാനൊന്ന് വെറുതെ ഒന്ന് നോക്കി നോക്കട്ടെ. നോക്കി ഈ വഴി നോക്കി, ഇവിടെ തന്നെ നമുക്ക് കാണാം. അതാ ട്രാക്കിൽ കൂടെ നമ്മൾ പോണത്. അവിടെ നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ ചളുപെള് എന്നുള്ള വഴിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷൂവും സംഭവങ്ങളൊക്കെ അല്ല ട്രാക്ക്, അതല്ലേ ട്രാക്ക്. സ്റ്റെപ്പ് കയറി അങ്ങോട്ട് നടക്കണം അല്ലേ? അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ കരയ്ക്ക് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു ഫാം ഓണേഴ്സിന്റെ ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ റെസ്പെക്ട് ചെയ്യണം. അവരുടെ ഒരു സാധനങ്ങളും അവരുടെ ഒരു സ്റ്റോക്കും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും പട്ടികളെയോ അങ്ങനെ നമ്മുടെ പെറ്റ് ആനിമൽസിനൊന്നും കൊണ്ടുവരരുത്. ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് കയറി നമ്മൾ ഇത് ക്രോസ് ചെയ്ത്, കമ്പിവേലിയുണ്ട്, ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് നമ്മുടെ കരയ്ക്ക് വാട്ടർഫോൾസിലേക്ക് പോകാനായിട്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവർ പറഞ്ഞ 2 ബ്രിഡ്ജും കൂടി കടക്കണം, എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോണ്ടത്. നൂൽപ്പാലം പോലത്തെ ബ്രിഡ്ജാ. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമ്മള് ഫസ്റ്റ് പാലം കടക്കാണ്. നമ്മൾ ഈ കരയ്ക്ക് ട്രാക്ക് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഫസ്റ്റ് പാലം നമുക്ക് കാണാം. അത് കഴിഞ്ഞ് കുറേ വഴി പോകുമ്പോഴാണ് സെക്കൻഡ് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ ആയം തന്നെ വാവൂട്ടിയും പൊന്നൂസും ആണ് നടന്നു വന്നത്. നിൻ്റെ ഫസ്റ്റ് വന്നിട്ട് നിൻ്റെ ഏട്ടനാണ് ഞങ്ങളുടെ വീഡിയോ എടുക്കണത്. അങ്ങനെ വാവൂട്ടിയും പൊന്നൂസും വന്നു. നമുക്ക് 5 പേർക്ക് ഈ നൂൽപ്പാലത്തിൽ കൂടെ കയറാം, പക്ഷെ ഞങ്ങൾ 1 by 1 ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ പോന്നു. ഞാൻ പോരുന്ന വഴിക്ക് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ചെറിയ പേടി ഉണ്ടായിരുന്നു, ഈ പാലം ഇങ്ങനെ അനങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നും. അങ്ങനെ പാലം കടന്ന് ഞങ്ങൾ പതുക്കെ നടന്നു പോയി. പോണ വഴി കഴിഞ്ഞ ദിവസം മഴ പെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ചളുപിളായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. ഞങ്ങളുടെ ചെരുപ്പൊക്കെ നന്നായിട്ട് ചെളി പിടിച്ചായിരുന്നു. വാവൂട്ടി മനസ്സും വേവേ നടന്നു പോയിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടായിരുന്നു, മക്കളെ ശ്രദ്ധിച്ച് പൊക്കോളോ, വീഴൊന്നും ചെയ്യരുത്. അതുപോലെ ചെരുപ്പും അവരുടെ ജീൻസും ഒക്കെ ഭയങ്കരമായിട്ട് ചെളിയായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ പിള്ളേര് മണ്ണിലും പുല്ലിലും വെയിലിലും മഴയത്തൊക്കെ കളിച്ച് നടന്നിട്ടാണ് വളരണത്. പക്ഷെ ഇവിടെ അവർക്ക് അങ്ങനെയുള്ള ചാൻസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കയറി വന്നപ്പം ആദ്യം ട്രാക്ക് തുടങ്ങിയപ്പം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വഴി അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റെപ്പ് കാണാം. അങ്ങനെ വാവൂട്ടി മനസ്സ് ഫസ്റ്റ് വേഗം ഓടി പോവായിരുന്നു. പിന്നെ ഞാൻ വരുന്നതാണ് ഈ കാണുന്നത്, ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുന്നതാണ് കാണുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ തന്നെ നമ്മൾ വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ കാണാം അങ്ങനെ വെള്ളം അങ്ങനെ ഒഴുകി വരുന്നത്. നല്ല ചെളുപിളായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. മഴ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് വഴുക്കുന്നുണ്ടെങ്കിലും ഈ വഴി കൂടെയൊക്കെ പോകാനും കാണാനൊക്കെ നല്ല രസമായിരുന്നു. നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കധികം വെയിൽ പുറത്തുണ്ടെങ്കിലും നമുക്ക് ഈ
കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കാരണം നമുക്ക് ആ വെയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിയിൽ നമ്മുടെ നാട്ടിൽ ഒരുതരം കൊന്തമണി പോലത്തെ മഞ്ഞ കളറിലുള്ള ഇങ്ങനത്തെ ഒരു ചെടി കണ്ടിട്ടുണ്ട്. അതിൻ്റെ തന്നെ റെഡ്, അത് കണ്ടപ്പം അവിടെ ഒന്ന് കുറച്ച് നേരം നിന്നു. പിന്നെ ഒരു പക്ഷീനെ കണ്ടപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ പോണ വഴിയിൽ എല്ലാം കണ്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇത് വാവട്ടിയും പൊന്നൂസും എൻ്റെ ഏട്ടനും കൂടി നടന്നു വരുന്നത് ഒരു വീഡിയോ എൻ്റെ ഏട്ടൻ മുന്നേ പോയി ക്യാമറയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് എൻ്റെ ഏട്ടൻ തന്നെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ സൈഡിൽ കൂടെ. അതും ഇവിടെയൊക്കെ കുറച്ച് സൂക്ഷിച്ച് വേണം നമ്മൾ നടന്നു പോകാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ എടുത്തത്. എന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീങ്ങിയാൽ നമ്മൾ ആ വെള്ളത്തിലോട്ട് വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ നന്നായിട്ട് നിന്നേടെ പിടിച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത്. എന്നുവെച്ചാൽ അവരെങ്ങാനും അവർ വെള്ളത്തിലേക്കൊക്കെ നോക്കി നടക്കുമ്പോൾ അവർ ശ്രദ്ധ തെറ്റിയെങ്ങാനും അതിനകത്ത് വീണ് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പതുക്കെ അവരെ കൈ പിടിച്ച് കൊണ്ടുവരുന്നത്. കുഞ്ഞു പിള്ളേരൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണ്ടിട്ട് ഈ വഴിയൊക്കെ നടന്നു വരാനായിട്ട്. മെയിനായിട്ടും വഴുക്കലുള്ളത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരങ്ങ് നടന്നു പൊക്കോളും. അപ്പം അവർ 3 പേരും കൈ പിടിച്ച് നടന്നു പോവാണ്. ഞങ്ങളത് കഴിഞ്ഞ് ഞാൻ പതുക്കെ പിന്നാലെയാണ് വന്നത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ വർത്താനം പറഞ്ഞ അവിടെ സൈഡിൽ നിന്ന് ഞങ്ങൾ പതുക്കെയാണ് പിന്നെ നടന്നു വന്നത്. നല്ല തണുപ്പുള്ള ദിവസമാണെങ്കിൽ തന്നെയും കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും ചൂടെടുക്കാൻ തുടങ്ങി. അപ്പം പൊന്നൂസൊക്കെ ഓൾറെഡി സ്വെറ്ററൊക്കെ ഊരി കൈ പിടിച്ചിട്ടാണ് അവൻ നടന്നു പോണത്. അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റത്തെ പാലം കഴിഞ്ഞ് സെക്കൻഡ് പാലത്തിൻ്റെ അടുത്തോട്ട് ഒരുപാട് നമുക്ക് നടക്കാനുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ നടന്നായിരുന്നു. നമ്മൾ പിന്നെ പതുക്കെയാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെളിയും കൂടി ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ അത്ര സ്പീഡിൽ നടക്കാനും പറ്റൂല. പിന്നെ മെയിനായിട്ടും ഒരാൾക്ക് നടന്നു പോകാനുള്ളൊരു വഴിയാണ് ചില സ്ഥലത്തൊക്കെ നമുക്ക് ഉള്ളത്. അപ്പം കുറച്ച് സൂക്ഷിച്ചും വേണം പിന്നെ നടക്കാനായിട്ട്. അപ്പം വഴി ഇങ്ങനത്തെയൊക്കെ ആയത് കാരണം കൊണ്ട് നന്നായി സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിലോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പിള്ളേരും എൻ്റെ ഏട്ടനും പൊന്നൂസും വാവുട്ടിയുമാണ് ഫസ്റ്റ് വേഗം അങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടെന്ന് മനസ്സിലായി. കാണിച്ച് നമ്മളിപ്പോൾ ഇതേ 2ാമത്തെ സ്റ്റെപ്പും കയറി അങ്ങോട്ട് ഇറങ്ങണ വഴിക്ക് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വെള്ളം പോകണത് നമുക്ക് കാണാം. അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാണിച്ചാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണത്. നമ്മൾ വാട്ടർഫോൾസ് എത്തുന്നതിന് മുന്നുള്ള ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണിത്. അപ്പം പൊന്നൂസും വാവട്ടിയും പോയി അവിടെ ചെന്ന് നോക്കി വെള്ളത്തിന് തണുപ്പുണ്ടോ എന്നൊക്കെ നോക്കി. അപ്പം നമ്മൾ ഏകദേശം വാട്ടർഫോൾ എത്താറായിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമ്മൾ വാട്ടർഫോൾസിലേക്ക് എത്തുന്നതാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഇങ്ങോട്ട് വന്നില്ല. ഞങ്ങളിപ്പോൾ മുകളിൽ നിന്ന് നോക്കിയുള്ളൂ ഇവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ. അവർ പിള്ളേരൊക്കെ ഇങ്ങോട്ട് നടന്നു വന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ എല്ലാം അവിടെയും കാണാം. നമ്മൾ ട്രാക്കിൻ്റെ അവിടെയിട്ട് എനിക്ക് തോന്നുന്നു മൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നടക്കുന്ന വഴിയിൽ ആ ട്രാക്കിലേക്ക് ഒന്നും ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പോസ്റ്റും അതിന് ചുറ്റ് ഒരു കമ്പിയും കെട്ടിയിട്ടുണ്ട്. 2 കമ്പികൾ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അതിനകത്തൊരു ചെറിയൊരു ഷോർട്ട് ഒരു കറണ്ട് കണക്ഷൻ കൊടുക്കുമെന്നാണ് തോന്നുന്നത്. അതുപോലെയാണ് ആ വയർ കെട്ടി വെച്ചേക്കുന്നത്. അപ്പം രാത്രി മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ പാലം എത്തി. അപ്പോൾ ഏകദേശം ഒരു പ്രതീക്ഷയ്ക്ക് വകയായി. കാരണം ഇത്രയും നേരം നമ്മൾ നടന്നതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റ് നമ്മൾ എത്തുവാണല്ലോ. അപ്പോൾ ദേ പൊന്നൂസൊക്കെ ദേ ഇവിടെ നിന്ന് ഷൂ ഊരി തുടങ്ങി. കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന് വെള്ളത്തിലേക്ക് ഇറങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അത് നമ്മൾ 2ാമത്തെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടോ. അതും ഒരു നൂൽപ്പാലം പോലെ തന്നെയാണ്. അപ്പം അത് നമ്മൾ 5 ആൾക്കാർക്ക് ഒരുമിച്ച് പോവാം. പക്ഷേ നമുക്ക് പേടിയായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ പോണം കേട്ടോ. അമ്മേ വേണ്ട അനക്കരുതിട്ട് എനിക്ക് പേടിയാവും. അനക്കാണ്ട് വരണേ ഔട്ടി പൊന്നു ഔട്ടി ഓൾറെഡി കടന്നു പോയി. ഔട്ടി അനക്കല്ലോ. ഔട്ടി നമുക്ക് പേടിയണ്ട. ഒരു കുഞ്ഞു നൂൽപ്പാലം അതിന്റെ സൈഡില് 2 സൈഡിലും വീഴില്ല. നിക്കും ചാടുമ്പോഴേ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ്. ഇവിടെ 2 സൈഡിൽ നമുക്ക് വെള്ളമാണ്. നമ്മൾ ഏകദേശം നമുക്ക് ഇവിടെ നിന്നാ ഇപ്പൊ വാട്ടർഫോൾ കാണാൻ പറ്റും. നല്ല രസമുണ്ട്. വരുന്ന വഴി ഇത് ചെറിയൊരു ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാട്ടോ. പക്ഷെ ഇപ്പോൾ വെയിൽ കാണുമ്പോ പൊന്നൂസ് മാവട്ടി അനക്കണ്ടടാ. മാവട്ടി ഇവിടെ നിന്ന് അനക്കണ്ടടാ. എനിക്ക് പേടിയാണ്. അനക്കണ്ട. അപ്പൊ നമ്മൾ ഏകദേശം അവിടെ എത്തിട്ടോ. ഏകദേശം എത്തി. അമ്മേ മാവട്ടി പിന്നെ വീണാന്. ഞങ്ങളങ്ങനെ 2ാമത്തെ ബ്രിഡ്ജ് കഴിഞ്ഞ് വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമുക്ക് പാലം കടന്നു കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അകലേന്നുള്ള വാട്ടർഫോളിൻ്റെ
ഒരു ആ കാഴ്ച നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് അകലേന്ന് നമുക്ക് അതിൻ്റെ സൗണ്ടും ആ വാട്ടർഫോളിൻ്റെ അവിടെയും എല്ലാം നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് പോകണം. ആ വെള്ളം ചാടുന്ന അടുത്ത് വരെ നമുക്ക് നടന്നു പോകാനുള്ള ഇതുണ്ട്. അപ്പം ഞങ്ങൾ പതുക്കെ വെള്ളത്തിൽ കൂടെ ഒരു 2-3 സ്റ്റെപ്പ് ഇറങ്ങി ഒരു കയറൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ പതുക്കെ നടന്ന് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകണം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് വരെ പോകണമെങ്കിൽ നമുക്ക് ഷൂവും സംഭവങ്ങളൊക്കെ ഊരി വെച്ചിട്ട് വേണമായിരുന്നു വരാനായിട്ട്. കുറേ നാളായിട്ട് കല്ലുമ്മക്കോട് നടക്കാത്ത കാരണം കൊണ്ട് കാല് നല്ല വേദനെടുക്കണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഭയങ്കര തണുപ്പും കൂടിയല്ലായിരുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങിയ വഴിക്ക് കാലങ്ങ് മരയിച്ചു പോവും. അത് കഴിഞ്ഞിട്ട് ഈ കല്ലുമ്മക്കോട് നടക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്തത്ര വേദനയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു ഇച്ചിരി ഏതെങ്കിലും ഒരു കുഞ്ഞു ചെരുപ്പ് എടുത്തുകൊണ്ട് വരായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു നടക്കാനായിട്ട്. അപ്പം ഞങ്ങൾ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടോ. വാട്ടർഫോളിൻ്റെ ഈ താഴോട്ട് നമ്മൾ ചെന്നില്ല, കാരണം നമുക്ക് അവിടെ എന്തോരം ആഴുണ്ടെന്ന് നമുക്കറിയില്ല. അതിന് പകരം ഞങ്ങൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചെറിയൊരു വഴി കാണിക്കുന്നുണ്ട്. അത് അങ്ങനെ അതിനകത്തോടെ കയറി ഞങ്ങൾ വെള്ളം ചാടുന്നത് എവിടെയാണോ അവിടെ വരെ കയറി നിന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം മുകളിലെത്തിയിട്ടോ. ഇവിടെ നിന്നാണ് വെള്ളം താഴോട്ട് ചാടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ നടന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഒട്ടും വഴുക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർ അവിടെയൊക്കെ കയറി നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരെന്തോ വലിയ ടാസ്ക് ചെയ്ത പോലെയായിരുന്നു. അപ്പോൾ ചെറിയൊരു വഴി കൂടെയാണ് ആ വെള്ളം വരുന്നതെങ്കിലും ആ വെള്ളം വീഴുന്ന സ്ഥലം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇവർ ഇതിനകത്തോടെയൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോന്നു. ഞാനും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നു. കല്ല് കുത്തി കയറുമ്പോൾ കാല് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ രണ്ടാമത്തെ ബ്രിഡ്ജും കഴിഞ്ഞ് വന്നിട്ട് വാട്ടർഫോൾസിലേക്ക് പോയി. അവിടെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും, പക്ഷെ എന്നാൽ ഞങ്ങൾ താഴത്തേക്ക് ഞങ്ങൾ ഷൂ ഒക്കെ അവിടെ ഊരി വെച്ച് വന്നു. ഈ കുഞ്ഞ് നമ്മൾ സ്ഥിരം ഒരു ചെരുപ്പൊക്കെ ഇട്ട് നടക്കണ കാരണം കൊണ്ട് ഈ കുഞ്ഞു കല്ലും കൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര കാലുവേദന, അതിൻ്റെ ഒപ്പം തന്നെ വെള്ളത്തിന് ഒടുക്കാത്ത തണുപ്പും. അത് കാരണം കൊണ്ട് നല്ല വേദന എടുത്ത് ഞങ്ങൾ എന്നാലും ഇവിടെ പോയി വെള്ളത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇതിലേക്കൂടെ കയറി അപ്പുറത്തേക്കൂടെ വന്ന് അതിൻ്റെ മുകളിൽ കയറി ഒന്ന് ഫോട്ടോ എടുത്തു. നല്ല കാലുവേദന ഉണ്ട്, എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാ. നമുക്ക് ഒട്ടും പൈസ ചിലവില്ലാണ്ട് സുഖമായിട്ട് വന്ന് അടിപൊളി വാട്ടർഫോൾസ്. അത് ഇപ്പൊ ഈ മഴയൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് ഇപ്പൊ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പക്ഷെ നടക്കുന്ന വഴിയിലൊക്കെ കുഞ്ഞു കല്ലായോണ്ടേ ചെരുപ്പിടാണ്ട് വരരുത്. ഞാൻ വിചാരിക്കുകയായിരുന്നു ഇനി നമ്മൾ എവിടെ പോകണമെങ്കിലും നമ്മുടെ ക്രോക്സ് ഒക്കെ എടുത്ത് നമ്മൾ കയ്യിൽ വെക്കണം. ബൂട്ടായാലും കുഴപ്പമില്ല. പക്ഷെ നല്ല സുഖമുണ്ട്. കാല് വേദന, ഭയങ്കര വേദന, തണുപ്പും കൂടി ആയിട്ടാണ് വേദന നമുക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് തോന്നും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഇറങ്ങിപ്പോയത് ഒരു കയറുമൊക്കെ പിടിച്ച് ആണ് ഇറങ്ങിപ്പോയത്. അപ്പം അതുപോലെ തന്നെ കയറും പിടിച്ച് വേണം കയറി വരാനായിട്ട്. നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പുള്ളൂ, അതിനകത്തുകൂടെ നമ്മൾ കയറുമ്പോൾ പിടിച്ചാണ് കയറി വന്നത്. അപ്പോൾ പൊന്നൂസ് ആയം തന്നെ അത് പിടിച്ച് കയറി വന്നു. എനിക്ക് കാല് വേദന എടുക്കണതുകൊണ്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ വാവുട്ടിക്ക് മാത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വാവുട്ടി ഓടി കല്ലുമ്മക്കോടി ആയാലും വെള്ളത്തിൽ കൂടി ആയാലും വാവുട്ടി ഓടിയാണ് നടന്നു വന്നായിരുന്നു. അവന് മാത്രം ഒരു പ്രശ്നവും തോന്നിയില്ല, വേദനയും പറഞ്ഞു കേട്ടില്ല. പക്ഷെ ഞാനൊക്കെ കാല് വേദന എടുത്ത് കുറേ നമ്മൾ കൊല്ലങ്ങളായിട്ട് ചെരുപ്പ് ഉപയോഗിച്ച് ഒട്ടും മണ്ണിക്കൂടെ നടക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനും പൊന്നൂസ് എങ്ങനെയാണോ കയറി അതുപോലെ തന്നെ ഞാനും കയറി വരാൻ പോവാട്ടോ. നമുക്കവിടെ കയറുമ്പോൾ കാല് വഴുക്കിയിട്ട് നമുക്ക് ഒട്ടും കയറാൻ പറ്റില്ല. അപ്പം അതിനാകെ നമുക്കൊരു രക്ഷയുള്ളത് അവിടെ ആരാണാവോ ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ ആ കയറുമ്പോൾ പിടിച്ച് ആ മരത്തുമ്മയൊക്കെ പിടിച്ച് പതുക്കെ കയറി വരണം. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എങ്ങാനും ആ മരങ്ങാനും ഒടിഞ്ഞു വീണെങ്കിലോ. അപ്പോൾ നമ്മൾ നേരെ വെള്ളത്തിൽ കിടക്കും. അങ്ങനെ ഒരു വിധം പിടിച്ച് ഞാനും പൊന്നൂസും കയറി വന്നു. ഓൾറെഡി വാവുട്ടിയും എൻ്റെ ഏട്ടനും എൻ്റെ ഫ്രണ്ടൊക്കെ കയറിയായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു ലാസ്റ്റ് കയറി വന്നത്. പക്ഷേ ഇതൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടമായി. ഇതൊരു അടിപൊളി വാട്ടർഫോളായിട്ടാ. അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ട് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പം ഞാനും വാവുട്ടിയും വിചാരിച്ചു ഒരു റീലെടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എൻ്റെ ഏട്ടൻ ക്യാമറ അവിടെ ഫിക്സ് ചെയ്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നതെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ കളിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് പിന്നെ ഇതിൻ്റെ ബാക്കി എല്ലാം ഷൂട്ട് ചെയ്തത്. അങ്ങനെ അതും കൂടി ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. നല്ല അടിപൊളി വാട്ടർഫോളാണ് ഇത്. കരകരിക്കി എന്നാണ് ഈ വാട്ടർഫോളിൻ്റെ പേര്. ഹാമിൽട്ടണിൽ നിന്നാണെങ്കിലും തിയാവാമുത്തു നിന്നാണെങ്കിലും 30 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ മഴവില്ല് കണ്ടു. മഴവില്ല് ശരിക്കും നമ്മുടെ ഈശോയുടെ ഒരു വാഗ്ദാനമാണെന്നാണ് നമ്മൾ ബൈബിളിലൊക്കെ വായിക്കണേ. അപ്പോൾ അത് കണ്ടപ്പം മനസ്സ് ഭയങ്കര സന്തോഷമായി. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എപ്പോഴും മഴവില്ല് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ സ്ഥിരം നമുക്ക് വേണമെങ്കിൽ ഡെയിലി ബേസിസ് എന്ന് പറയുന്ന പോലെ നമുക്ക് എന്നും ഏകദേശം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മഴവില്ല്. പക്ഷേ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തരുന്നതാണ്. അപ്പോൾ അതും കൂടി കണ്ട് ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തിരിച്ചു പോണ വഴിയിൽ കണ്ട ഒരു റെയിൻബോ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. അയ്യോ, ഇപ്പൊ നമ്മൾ ആ മലയുടെ മുകളിലേക്ക് അത് കണ്ടോ നല്ല രസമില്ലേ. ഇവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ റെയിൻബോ. മിക്കവാറും മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ എൻഡിങ് അവിടെ ഉണ്ട്. അതിനെ ഇടയ്ക്ക് വെച്ചിട്ട് ക്ലൗഡ് വന്നുപോയി, അതാണ് അവിടെ മിസ്സായത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു ഫുൾ റെയിൻബോ കാണാം. നല്ല രസമല്ലേ? പിന്നെന്താ, നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ റെയിൻബോ ഉണ്ട്. അതില് കുറച്ചൊന്ന് മേഘം വന്ന് അടഞ്ഞാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോടാ. അപ്പൊ കരക്ക് വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു കയറി വന്നു. നന്നായിട്ട് വിശന്നു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം അച്ചപ്പം കൊണ്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അത് തിന്നു, വെള്ളമൊക്കെ കുടിച്ചു. ഒരു പഴം ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് പിള്ളേര് സ്റ്റിൽ അതെന്നിട്ട് സാധനം ഔട്ടി അച്ചപ്പം അവനങ്ങനെ റിങ് പോലെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങള് ഒന്ന് വയറിനൊന്ന് സെറ്റാക്കി. ഇപ്പൊ 2:17 നല്ല സമയം എടുത്തു. ശരിക്കും പറഞ്ഞാൽ 15 മിനിറ്റിന്റെ പോക്കുള്ളൂ. പക്ഷെ മഴയൊക്കെ മുന്നേ പെയ്ത കാരണം കൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ചളി പൊളിന്ന് കിടക്കായിരുന്നു. ചെളി നല്ലോണം, നമ്മള് ചെരുപ്പമ്മയൊക്കെ നന്നായിട്ട് ഷൂമൊക്കെ നന്നായിട്ട് ചെളിയായി. പിന്നെ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങിയില്ലേ, അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു. വാട്ടർഫോൾ അടിപൊളി. മഴയൊക്കെ പെയ്ത് കാരണം തന്നെ നല്ലോണം വെള്ളം ഉണ്ട് അല്ലേ. നമ്മള് മറ്റേ ഫോട്ടോയില് കണ്ട ഒരു സെയിം എഫക്ട് കിട്ടി. നല്ല അടിപൊളിയാണ്. കുഴപ്പമില്ല, ചെറിയൊരു ചളിപിള് നമ്മൾ സൂക്ഷിച്ച് നടന്നാൽ മതി. പുല്ലുമുക്കോടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പം വരില്ല. ഇന്ന് ഭയങ്കര തണുപ്പാ. നമുക്ക് കാലൊക്കെ ഉണ്ടല്ലോ, ചെരുപ്പിടാണ്ട് നടക്കുന്നതിന്റെ പ്രശ്നമാണ്. ചെരുപ്പ് ഇട്ട് നടന്നതിന്റെ പ്രശ്നമാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ചെരുപ്പൊക്കെ ഇല്ലാണ്ട് നടന്ന് നോക്കണം. സാധാരണ സ്ട്രോക്ക് ഒക്കെ വന്ന ആൾക്കാരോട് പറയും ചെരുപ്പില്ലാണ്ട് മണ്ണ് ചവിട്ടി നടക്കാൻ. നമ്മുടെ മറ്റേ പ്രഷർ പോയിന്റ്സ് ഒക്കെ അപ്പോഴല്ലേ ഒന്ന് ഇതാവുള്ളൂ അങ്ങനെ. പക്ഷെ അതിന്റെ കാല് നല്ല വേദന എടുത്തു. തണുപ്പും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വേദന ഫീൽ ചെയ്യും അല്ലേ. അങ്ങനെ കരയ്ക്ക് വാട്ടർഫോൾസ് എന്തായാലും അടിപൊളിയാണ്. നമുക്ക് ഒരു ചെലവും ഇല്ലാണ്ട് സുഖമായിട്ട് വന്നിട്ട് കാണാം. പിന്നെ അത് തിരക്കും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല അല്ലേ. ഇതൊരു പബ്ലിക് ഹോളിഡേ ആണ്, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആർക്കും ഇനി അറിയാഞ്ഞിട്ടാണോ അതോ എല്ലാവരും കണ്ടു കഴിഞ്ഞ വാട്ടർഫോൾ ആണോ അറിയില്ല. ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടും ആയിരിക്കും സമ്മറിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ കുറച്ചും കൂടി ആൾക്കാർ തേടി പോവാ അല്ലെ, തണുപ്പ് കിട്ടാൻ വേണ്ടി. ഹണ്ടിങ്ങിന് പോണ ആൾക്കാർ നമ്മൾ കണ്ടു. അവരിങ്ങനെ വലിയ കുറേ പട്ടികളെയൊക്കെ കൊണ്ട് ഹണ്ടിങ്ങിന് വരുന്ന ഇത് കണ്ടു ഞങ്ങള്. അപ്പോ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. വെള്ളത്തിലായാലും വേദന എടുത്താണെങ്കിലും നമ്മൾ വെള്ളത്തിൽ കൂടെ ഒക്കെ പോയി ഞങ്ങള് അത് ഫീൽ ചെയ്തു അല്ലേ. തണുപ്പ് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതെ, തണുപ്പും വേദനയും കൂടിയാൽ അത് ഫീൽ ചെയ്താൽ തന്നെ അറിയുള്ളൂ. കല്ലുമ്പ് ചവിട്ടുമ്പത്തെ വേദന അതിപ്പോ നമ്മൾ പറയുമ്പോ തണുപ്പ് കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെ തണുപ്പിലേക്ക് ഇറങ്ങിയ പക്ഷെ എന്റെ കാല് മരയിച്ചു, നമ്പായി, ഫുള്ള് ഒന്നറിയില്ല. ഭയങ്കര ഇത് കാലിങ്ങനെ നമുക്ക് എല്ലുകളൊക്കെ വേദനെടുക്കണ പോലെ തോന്നായിരുന്നു. വാവുട്ടിക്ക് മാത്രം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വാവുട്ടി വെള്ളത്തിക്കോടെയും കല്ലുമുക്കോടെയും പുല്ലുമുക്കോടെയും ഒക്കെ ഓടി നടക്കണു. ഒരു പ്രാവശ്യം പോയ വഴി കൂടെ ഞാൻ പിന്നെയും അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. അവന് പഠിക്കുന്ന സ്കൂളില് അങ്ങനെ ചെരുപ്പില്ലാണ്ട് നടക്കുന്നു പറഞ്ഞില്ലേ നീ. ക്ലാസ് റൂമിൽ ചെരുപ്പിടണ്ടേ അവര്. പിന്നെ അത് മാത്രല്ല അവനില്ലേ ഭയങ്കര നല്ല മനുഷ്യനാണ്, നല്ല ആളാ. അവനാണ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു. അയ്യോ രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം വരാൻ ആഗ്രഹമുള്ളവരൊക്കെ പൈസ ചെലവില്ലാണ്ട് പിള്ളേരൊക്കെ കൊണ്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. ചെറിയ പിള്ളേരൊന്നും കൊണ്ടുവരരുത്. പക്ഷെ നടക്കണ വഴി ഇപ്പൊക്കെ കുറച്ചൊന്ന് ചെറിയൊരു വഴുക്കലുണ്ട്, വെള്ളമൊക്കെ ആയതുകൊണ്ട്. സമ്മറിലൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.